ഫഖറജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും, ആകാശത്തെ എടുപ്പാക്കി നിങ്ങൾക്ക് ആകാശത്തിൽ നിന്നും മഴ വർഷിപ്പിച്ചു തന്നു, അത് മുഖേന നിങ്ങൾക്ക് സസ്യങ്ങളെ ഉൽപ്പാദിപ്പിച്ചു തന്നു. ഇതൊക്കെ അല്ലാഹുവാണെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നു എങ്കിൽ, അത് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടെങ്കിൽ ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കരുത് എന്ന് ഖുർആൻ അവരോട് ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ആരാധിക്കേണ്ടത് ലാത്തയല്ല, മനാത്തയല്ല, ഉസ്സയല്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അല്ല നിങ്ങൾ ആരാധിക്കേണ്ടത്, ഈസാ നബിയെ അല്ല ആരാധിക്കേണ്ടത്, അവരോടല്ല വിളിച്ചു പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങളെ സൃഷ്ടിച്ചതാരാണോ ആ സൃഷ്ടാവിനായിരിക്കണം നിങ്ങൾ ആരാധന കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ആകാശത്തെ സംവിധാനിച്ചു തന്നവൻ, അവനായിരിക്കണം നിങ്ങൾ പ്രാർത്ഥന കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരുന്നവൻ ആരാണ്? അവനായിരിക്കണം നിങ്ങളുടെ ഇബാദത്തുകൾ സമർപ്പിക്കേണ്ടത്. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. മക്കയിലെ മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം ഖുർആന് പല അധ്യായങ്ങളിലൂടെ നമുക്ക് വിശദീകരിച്ചു തരുന്ന ഒരു കാര്യമുണ്ട്. അവര് മുശ്രിക്കീങ്ങളായിരുന്നു. എന്തുകൊണ്ടാണ് മക്കയിലെ മുശ്രിക്കുകളെ ഖുർആൻ അങ്ങനെ വിളിച്ചത്? അവരെ മുശ്രിക്കീങ്ങൾ എന്ന് വിളിക്കാനുള്ള കാരണം എന്തായിരുന്നു? അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മനസ്സിലാക്കുമ്പോൾ മാത്രമേ ഇന്ന് നമ്മുടെ സമുദായത്തിൽ ഈ ശിർക്ക് എത്രത്തോളം രൂഢമൂലമായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾക്ക് തൗഹീദിൽ വ്യതിയാനം വന്നത് എവിടെയാണ്? എന്തുകൊണ്ടാണ് അവരെ മുശ്രിക്കീങ്ങൾ എന്ന് ഖുർആൻ അവരെ വിളിച്ചത്? ഈ ഒരു വിഷയം, ഈ ഒരു വശം നമ്മൾ നന്നായി മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴായി നമ്മൾ പല വേദികളിൽ നിന്ന് നമ്മൾ കേൾക്കാറുണ്ട്, മക്ക മുശ്രിക്കുകൾക്ക് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്ന്. ഇതൊക്കെ ഖുർആനിന് വിരുദ്ധമായ വാദഗതികളാണ്. ഇതൊക്കെ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നത്, അല്ലെങ്കിൽ ആത്തയോട് വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നത്, ഉസ്സയോട് വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നത്, അതൊക്കെ ശിർക്കാണെന്ന് ഖുർആൻ പറയാനുള്ള കാരണം എന്തായിരുന്നു? കാരണം അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനുള്ള കാരണം നമ്മൾ മനസ്സിലാക്കുമ്പോൾ വിശുദ്ധ ഖുർആനിന്റെ ഒരുപാട് പരാമർശങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഒരു മക്കയിലുണ്ടായിരുന്ന ഒരു മുശ്രിക്കിനും രണ്ട് സൃഷ്ടാവുണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു മുശ്രിക്കും മക്കയിലുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ലാത്തയാണ് ഇലാഹി എന്ന് വിശ്വസിച്ച് അവരെ ആരാധിച്ചു കൊണ്ടിരുന്ന, പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഒരു മുശ്രിക്കും മക്കയിലുണ്ടായിട്ടില്ല. ഇലാഹാക്കിക്കൊണ്ട് വിളിച്ച് പ്രാർത്ഥിച്ചാൽ മാത്രമേ ആ ദുആ, ആ പ്രാർത്ഥന ശിർക്കാവുകയുള്ളൂ എന്നാണ് ഇന്ന് ഒരു വിഭാഗം ആളുകൾ വാദിച്ചു കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് തെറ്റായ ഒരു വാദമാണ്, സിദ്ധാന്തമാണ്, ന്യായമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളുടെ വിശ്വാസം എന്തായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ യാതൊരുവിധ സംശയവുമില്ലാതെ വ്യക്തമാക്കുന്നുണ്ട്. ഖുർആൻ അവരോട് ചോദിക്കുന്നു, വലയിൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള വസഖറ അശ്-ശംസ വൽ ഖമർ. വലയിൻ സഅൽതഹും, പ്രവാചകരെ ഈ മുശ്രിക്കീങ്ങളോട് ചോദിച്ചാൽ, മൻ ഖലഖസ് സമാവാതി വൽ അർള, ആരാണ് ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത്? വസഖറ അശ്-ശംസ വൽ ഖമറ, സൂര്യനെയും ചന്ദ്രനെയും കീഴ്പ്പെടുത്തി തന്നത് ആരാണ് എന്ന് മക്കയിലുള്ള മുശ്രിക്കീങ്ങളോട് ചോദിച്ചാൽ അവർ പറയും, ലയഖൂലുന്നല്ലാഹ്, തീർച്ചയായും അല്ലാഹുവാണ് എന്നവർ പറയും. അപ്പൊ ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അബൂലഹബും അബൂജഹലും ഉത്ബത്തും ഷൈബത്തും മറുപടി പറയുന്നത് ലാത്തയാണ് ആകാശങ്ങളെ സൃഷ്ടിച്ചത് എന്നല്ല, അല്ലെങ്കിൽ മനാത്തയാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത് എന്നല്ല. അല്ലാഹു തന്നെയാണ് എന്ന് മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ മറുപടി പറയും. എന്നിട്ട് ഖുർആൻ അവരോട് ചോദിച്ചു, ഫഅന്നാ യുഫകൂൻ, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ തൗഹീദിൽ നിന്നും വ്യതിചലിച്ചു പോകുന്നത് എന്ന് ഖുർആൻ അവരോട് ചോദിക്കുന്നു. അങ്കബൂത്തിലെ 63-ാമത്തെ വചനം, വലയിൻ സഅൽതഹും, പ്രവാചകനോട് ചോദിക്കാൻ വേണ്ടി അല്ലാഹു പറയണം, പ്രവാചകരെ താങ്കൾ അവരോട് ചോദിച്ചു നോക്കുക, മൻ നസ്സല മിനസ് സമാഇ മാഅൻ, ആകാശത്തു നിന്നും മഴ വർഷിപ്പിക്കുന്നത് ആരാണ്? ഫഅഹ്യാ ബിഹിൽ അർള മിൻ ബഅദി മൗതിഹാ, നിർജീവമായി കിടന്ന ഭൂമിയെ ആ മഴയിലൂടെ വീണ്ടും ജീവിപ്പിക്കുന്നത് ആരാണ്? ലയഖൂലുന്നല്ലാഹ്, മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ പറയുന്നു അല്ലാഹു തന്നെയാണ് മഴ വർഷിപ്പിക്കുന്നതും സസ്യങ്ങൾ ഉണ്ടാക്കുന്നതും അല്ലാഹു തന്നെയാണ് എന്ന് മക്കയിലെ മുശ്രിക്കീങ്ങൾ മറുപടി പറയും.
ഇതേപോലെ തന്നെ മുഅ്മിനൂൻ 84 മുതൽ 89 വരെയുള്ള വചനങ്ങൾ. അള്ളാഹു ചോദിക്കുന്നു, ഖുൽ, പറഞ്ഞു കൊടുത്തേക്കുക, ചോദിച്ചേക്കുക പ്രവാചകരെ, ലിമനിൽ അർളു വമൻ ഫീഹാ ഇൻ കുൻതും തഅലമൂൻ. ഭൂമിയിലുള്ളത് മുഴുവനും ആരുടേതാണ്, ആർക്കുള്ളതാണ് എന്ന് മക്കയിലെ മുശ്രിക്കിനോട് ചോദിച്ചാൽ ആ മുശ്രിക്ക് മറുപടി പറയും, ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ ഭൂമിയിലുള്ളത് മുഴുവനും ആർക്കുള്ളതാണ്? സയഖൂലുന ലില്ലാഹ്, അവർ പറയും അതെല്ലാം അല്ലാഹുവിനുള്ളതാണ്. ഖുൽ മൻ റബ്ബുസ് സമാവാതി സബ്ഇ, 7 ആകാശങ്ങളുടെ റബ്ബാരാണ് എന്ന് അവരോട് ചോദിക്കുക. വറബ്ബുൽ അർശിൽ അളീം, അതിമഹത്തായ സിംഹാസനത്തിന്റെ റബ്ബ് ആരാണ് എന്ന് അവരോട് ചോദിക്കുക. സയഖൂലൂന ലില്ലാഹ്, അവർ പറയും അല്ലാഹുവിന് മാത്രമാണ് എന്ന്. അഫലാ തത്തഖൂൻ, നിങ്ങൾ എന്തുകൊണ്ടാണ് സൂക്ഷ്മത പാലിക്കാത്തത്? വീണ്ടും ഖുർആൻ ചോദിക്കുന്നു, ഖുൽ, നബി അവരോട് ചോദിച്ചേക്കുക, മൻ ബിയദിഹി മലക്കൂത്ത് കുല്ലി ഷൈഇൻ, ആരുടെ കയ്യിലാണ് എല്ലാറ്റിന്റെയും ആധിപത്യം, ഉടമസ്ഥാവകാശം ആരുടെ കയ്യിലാണുള്ളത്? വഹുവ യുജീറു, അവൻ രക്ഷ നൽകുന്നവനാണ്. വലാ യുജാറു, അവനെതിരായി രക്ഷ നൽകാൻ ആരുമില്ല. ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ ഇതെല്ലാം ചെയ്യുന്നത് ആരാണ്? സയഖൂലൂന ലില്ലാഹ്, മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ പറയുന്നു ഇതെല്ലാം ചെയ്യുന്നതും നടത്തിക്കൊണ്ടിരിക്കുന്നതും അത് അല്ലാഹു തന്നെയാണ്, അല്ലാഹുവിന് തന്നെയാണ് എല്ലാറ്റിന്റെയും ഉടമസ്ഥാവകാശം. ഇങ്ങനെ ഖുർആനിലുള്ള ഒരുപാട് അധ്യായങ്ങളിലൂടെ വിശുദ്ധ ഖുർആൻ ഈ കാര്യം വ്യക്തമാക്കുന്നുണ്ട്. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾക്ക് അള്ളാഹുവിന് വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്ന വാദം അത് ഖുർആനിന് വിരുദ്ധമാണ്. അള്ളാഹുവിന് വിശ്വാസമില്ലാതെയായിരുന്നു അവർ ലാത്തയെ വിളിച്ചത്, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ വിളിച്ചത്, അതുകൊണ്ടാണ് അവർ മുശ്രിക്കീകളായി പോയത് എന്ന് വാദം അത് ഖുർആനിന് വിരുദ്ധമാണ് എന്ന് മനസ്സിലാക്കണം. അപ്പൊ അള്ളാഹുവാണ് സൃഷ്ടാവി എന്ന് അംഗീകരിക്കുന്നവരായിരുന്നു മക്കയിലെ മുശ്രിക്കീങ്ങൾ. ആകാശഭൂമികളുടെ ആധിപത്യം അള്ളാഹുവിന് മാത്രമാണ് എന്ന് അംഗീകരിക്കുന്നവരായിരുന്നു മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ. സൂര്യനെയും ചന്ദ്രനെയും കീഴ്പ്പെടുത്തിയവൻ അള്ളാഹു മാത്രമാണ് എന്ന് വിശ്വസിക്കുന്നവരായിരുന്നു മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ. ആകാശത്തിൽ നിന്നും മഴ വർഷിപ്പിക്കുന്നത് അള്ളാഹു മാത്രമാണ് എന്ന് വിശ്വസിക്കുന്നവരായിരുന്നു മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ. ഇതെല്ലാം അവർ അംഗീകരിച്ചിരുന്നു, സമ്മതിച്ചിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുകയാണ്. ഇത് മാത്രമല്ല, മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരുമായിരുന്നു. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ. ഇമാം സുദ്ദി സൂറത്ത് അൻഫാലിലെ ഒരു ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് കാനൽ മുശ്രികൂന ഹീന ഖറജു ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ മക്ക, ബദർ യുദ്ധത്തിന്റെ തൊട്ട് മുമ്പായിക്കൊണ്ട് മുശ്രിക്കീങ്ങൾ മക്കയിൽ നിന്നും യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്ന സമയത്ത് അഖദു ബി അസ്താലിൽ കഅബതി, കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് അതാ പ്രാർത്ഥിക്കുകയാണ് മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ. ആരോടാണ് പ്രാർത്ഥിക്കുന്നത് ആ സമയത്ത്? ലാത്തയോടല്ല, ഉസ്സയോടല്ല, മനാത്തയോടല്ല, ഹുബിലിനോടല്ല, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോടല്ല പ്രാർത്ഥിക്കുന്നത്. ആരോടാണ് ആ സമയത്ത് പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുമ്മ അൻസുർ അലൽ ജുൻദൈൻ, മുശ്രിക്കാണ് പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുവേ ഉൻസുർ അലൽ ജുൻദൈൻ, ഈ 2 സൈന്യങ്ങളിൽ ഇതാ ഞങ്ങൾ അവരുമായിട്ട് ഏറ്റുമുട്ടുകയാണ്. അതുകൊണ്ട് ഈ 2 സൈന്യങ്ങളിൽ ഏറ്റവും നല്ല സൈന്യം, ഏറ്റവും ഉന്നതമായ സൈന്യത്തെ നീ സഹായിക്കണേ. അള്ളാഹുവിനോടാണ് പ്രാർത്ഥന. ഈ 2 സംഘങ്ങളിൽ ഏറ്റവും നല്ല സംഘത്തെ, ഈ 2 ഹിസ്ബുകളിൽ 2 പാർട്ടികളിൽ ഏറ്റവും നല്ല പാർട്ടിയെ, രണ്ടും 2 മതമാണ്, ഈ 2 മതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ മതത്തെ നീ വിജയിപ്പിക്കണേ എന്ന് മുശ്രിക്കീങ്ങൾ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനോടാണ്. ഇതെല്ലാം മുഫസ്സിരീങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഒക്കെ അല്ലാഹുമ്മ എന്ന് വിളിച്ചുകൊണ്ടാണ് മുശ്രിക്കീങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഇക്രിമ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിച്ച റിപ്പോർട്ടിൽ കാണാം അവർ ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്നും കാണാം, അല്ലാഹുമ്മ അല്ലാഹുവേ ലാ നഅരിഫു മാ ജാഹ ബിഹി മുഹമ്മദുൻ, മുഹമ്മദ് കൊണ്ടുവന്ന ദീനിനെ കുറിച്ച് അല്ലാഹുവേ ഞങ്ങൾക്ക് ഒന്നും അറിയില്ല കേട്ടോ, ഞങ്ങൾക്ക് പരിചയമില്ലാത്ത ദീനാണത് അല്ലാഹുവേ. അല്ലാഹുവിനോടാണ് അവർ പറയുന്നത്. ബദർ യുദ്ധത്തിന് പുറപ്പെടുന്നതിന്റെ തൊട്ട് മുമ്പുള്ള പ്രാർത്ഥനയാണ്. മുഹമ്മദ് കൊണ്ടുവന്ന ദീന് പുതിയതാണ്, അതിനെ കുറിച്ച് ഞങ്ങൾക്കൊന്നും അറിയില്ല അല്ലാഹുവേ. അതുകൊണ്ട് ഫഫ്തഹ് ബൈനനാ വ ബൈനഹു ബിൽ ഹഖി, ആരുടെ അടുക്കലാണ് സത്യമെങ്കിൽ, ഹക്കുള്ളത് ആർക്കാണോ അവർക്ക് നീ വിജയം നൽകണേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു മുശ്രിക്കീങ്ങൾ. അവ മുശ്രിക്കീങ്ങള് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരുമായിരുന്നു. ഇനി അള്ളാഹുവിന് നേർച്ച നേരുന്നവരായിരുന്നു മുശ്രിക്കീങ്ങൾ എന്ന് ഖുർആൻ തന്നെ വ്യക്തമാക്കുന്നു. അള്ളാഹുവിന് വേണ്ടി അവർ നേർച്ച നേരാറുണ്ടായിരുന്നു. ഖുർആനിന്റെ 6-ാമത്തെ അധ്യായം